നാളെ കേരളത്തിൽ ഒരു ഇഡി ഓഫീസും തുറക്കേണ്ടതില്ല എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചാൽ ഡിവൈഎഫ്ഐയോട് ചോദിക്കാതെ ഒരു ഇടിക്കാരനും അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് ശേഷം അദ്ദേഹം അവിടെ സംസാരിക്കുകയായിരുന്നു. ഇ ഡി ഓഫീസർമാർക്കെതിരെ ഇപ്പോൾ സുപ്രധാനമായ ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവിടേക്ക് മാർച്ച് നടന്നത്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഡൽഹിയിൽ നമ്മൾ കണ്ടു, അരവിന്ദ് കെജ്രിവാളിനെതിരായി കേസെടുത്ത കണ്ടു. ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞു പുറത്തേക്ക് വിടണം. അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ സിസോദിയെ പിടിച്ച് 1.5 വർഷക്കാലം ജയിലിലിട്ടു. അവിടത്തെ എക്സൈസ് മന്ത്രിയെ പിടിച്ച് ജയിലിട്ടു. ആരായിരുന്നു ഇതിന്റെ പരാതിക്കാർ? കോൺഗ്രസ് ആയിരുന്നു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് ഇഡിക്ക് കൂട്ടുനിൽക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരായി ഇഡി വരുമ്പോ, സോണിയാഗാന്ധിക്കെതിരായി ഇഡി വരുമ്പോ അപ്പോ അത്ര നല്ല ഇഡി അല്ല. രാഹുൽ ഗാന്ധിക്കെതിരായും സോണിയാഗാന്ധിക്കെതിരായും ഇഡി അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇഡിക്കെതിരെ എന്നുകൂടി പ്രത്യേകം കണ്ടുകൊള്ളണം. ഇഡി കേരളത്തിലെ കോൺഗ്രസിനെയാണ് പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു അഴിമതി കേസിൽ ഇഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ പിടികൂടപ്പെട്ട നിലയിൽ എല്ലാ തെളിവുകളും പുറത്തു വന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് ഒരക്ഷരം ഉരിയാടാത്തത് എന്ന് പ്രത്യേകം കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോ ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വേണ്ട വിധത്തിൽ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇഡിക്ക് മുന്നിൽ വന്ന വ്യാജ പരാതി സംബന്ധിച്ച് എത്ര ദിവസം ചർച്ച ചെയ്തു? അന്വേഷണ ഏജൻസികളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എത്ര പ്രൈം ഡിബേറ്റുകൾ, എത്രയെത്ര മുഖ്യധാരാ ചാനലുകൾ ഇവിടെ അവതരിപ്പിച്ചു. ആ ചാനലുകളൊക്കെ ഇവിടെ എവിടെ പോയി? അതിന്റെ അവതാരകന്മാരൊക്കെ ഇപ്പോഴെന്തെടുക്കുകയാണ്? ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇഡിയല്ല അതിനപ്പുറത്തെ ആൾ വന്നാലും കേരളത്തിൽ ഇമാതിരി തോന്നിവാസവുമായി പോയി കഴിഞ്ഞാൽ ഒരു ഇഡി ഓഫീസും കേരളത്തിൽ തുറന്നു പ്രവർത്തിക്കില്ല. ഒരു ഇഡി ഉദ്യോഗസ്ഥനും ഈ ഇഡി ഓഫീസിലേക്ക് കയറില്ല. ഞങ്ങളിപ്പോ ഒരു പ്രതിഷേധം ഈ നിലയിൽ മാത്രമാണ് ഉദ്ദേശിച്ചത്. നാളെ കേരളത്തിൽ ഒരു ഇഡി ഓഫീസും തുറക്കേണ്ടതില്ല എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചാൽ ഡിവൈഎഫ്ഐയോട് ചോദിക്കാതെ ഒരു ഇടിക്കാരനും അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അനിൽ അക്കരയെ പോലുള്ള ആളുകൾ ചിലപ്പോൾ ഇഡിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കും. അയാളാണല്ലോ നേരത്തെ AC മൊയ്തീനെതിരായിട്ട് അല്ലെങ്കിൽ മറ്റു ചില കേസുകളൊക്കെ കൊടുത്തത്. എന്തായി ആ കേസെല്ലാം? ഒരു കേസിലും തെളിവ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ ബഹളമായിരുന്നു അല്ലേ? ഈന്തപ്പഴം കടത്തൽ, കൈതോലപ്പായിൽ മറ്റേ പണം പൊതിഞ്ഞു കൊണ്ടുപോക്ക്, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തൽ, അതിന്റെ എല്ലാം ഭാഗമായി ഇഡി വരണം എന്ന വിലാപം, അതിനു വേണ്ടിയിട്ട് ഇഡിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. ഇപ്പൊ എന്തായി? എടോ, നിങ്ങളെല്ലാം ഇത് പറയുമ്പോ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനതയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഇഡിയെ കാണിച്ചിട്ട് കോൺഗ്രസിന്റെ എംപിമാരെയും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെയും അതിന്റെ ദേശീയ നേതാക്കളെയും അതിന്റെ MLA-മാരെയും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വശത്താക്കാൻ വേണ്ടി കഴിയും. പക്ഷെ കേരളത്തിൽ ഇഡിയെ കാണിച്ചിട്ട് ഒരു ബാലസംഘത്തിന്റെ യൂണിറ്റ് സെക്രട്ടറിയെ പോലും ഭയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നെയല്ലേ പാർട്ടി നേതൃത്വം? നിങ്ങളുടെ ഒന്നും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്ന പ്രശ്നമില്ല. ജയിലിൽ കിടക്കേണ്ടി വന്നാലും നിങ്ങളോട് പൊരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. എത്ര ആളുകളെ നിങ്ങൾ ഭയപ്പെടുത്തി നിങ്ങളുടെ ഭാഗത്താക്കി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ട് അഴിമതി സുപ്രീം കോടതി ഒടുവിൽ പറഞ്ഞു ഇത് തെറ്റായ കാര്യമാണ്. ആരാ സുപ്രീം കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് പോയത്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേസുമായി ധീരമായി മുന്നോട്ട് പോയപ്പോഴാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതി അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത്. ആ രാഷ്ട്രീയ അഴിമതിക്ക് കൂട്ടുനിന്നവരാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം. ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ കോടികൾ വന്നു. BJP ഇത് നടപ്പാക്കി, അവരുടെ അക്കൗണ്ടിൽ കോടികൾ വന്നു. ഈ കോടികൾ കൊടുത്ത ഇന്ത്യയിലെ വൻകിട കുത്തക കോർപ്പറേറ്റുകളുടെ പേര് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് പുറത്തുവിടേണ്ടി വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ തുക കൊടുത്ത എല്ലാ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കും 1 വർഷം മുന്നേ, 2 വർഷം മുന്നേ, 3 വർഷം മുന്നേ, ദിവസങ്ങൾക്ക് മുന്നേ ഇഡി നോട്ടീസുമായി പോയിരിക്കുന്നു. അപ്പൊ BJPക്ക് പണം പിരിച്ചു കൊടുക്കുന്ന ഏജൻസി പണി,
ആദ്യം ED പോയി നോട്ടീസ് കൊടുക്കുക. എന്നിട്ട് ഈ കമ്പനി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമോ, നിങ്ങൾക്ക് ജയിൽ വേണമോ, അല്ലെങ്കിൽ BJPക്ക് 100 കോടി കൊടുക്കുമോ, 200 കോടി കൊടുക്കുമോ, 500 കോടി കൊടുക്കുമോ എന്നാ ചോദ്യം. പാവപ്പെട്ട കോർപ്പറേറ്റ് കമ്പനിക്കാരൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ജയിലിൽ പോണ്ട, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ സ്ഥാപനം ഇവിടെ നടത്തിയാ മതി. 200 കോടി പറഞ്ഞപ്പോ 300 കോടി കൊടുത്ത് സെറ്റിൽ ചെയ്തു. അങ്ങനെയാ 10,000-കണക്കിന് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ഭീഷണിപ്പെടുത്തി അധികാരം ദുരുപയോഗം ചെയ്തിട്ട് അക്കൗണ്ടിലേക്ക് വരുത്തിച്ചത് നമ്മൾ കണ്ടതാണ്. കുറെ ആളുകളെ ഭീഷണിപ്പെടുത്തി. അശോക് ജവാന്റെ പേരിൽ കേസ് വന്നു മഹാരാഷ്ട്രയിൽ. അശോക് ജവാൻ കേസ് നേരിടാൻ തയ്യാറായിട്ടില്ല. അശോക് ജവാൻ പറഞ്ഞു എന്തു വേണം. BJP പറഞ്ഞു ഞങ്ങളുടെ കൂടെ പോരി, പ്രശ്നം തീർക്കാം. ഒരു അശോക് ജവാൻ മാത്രമല്ല, ദിഗംബർ കാമത്ത് പോയി, പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ആള് പോയി, ശിവസേന പിളർത്തിക്കൊണ്ട് ആള് പോയി. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കേസെടുപ്പിക്കുക, എന്നിട്ട് ഉള്ള MP-മാരെ കൂട്ടി, ഉള്ള MLA-മാരെ കൂട്ടി പാർട്ടി പിളർത്തിയിട്ട് BJP-യിലേക്ക് വന്നാൽ നിന്റെ കേസ് ഒഴിവാക്കി തരാം എന്നാ പറഞ്ഞത്. അങ്ങനെ പല നേതാക്കളുടെയും കേസ് ഒഴിവാക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ കേസുകൾ ഒഴിവാക്കപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന നേതാക്കളിൽ നിന്നാണ്. എല്ലാം പോയില്ലേ ഒറ്റയടിക്ക് BJP-യിലേക്ക്, എല്ലാം പോയില്ലേ BJP-യിലേക്ക്. തൃണമൂൽ കോൺഗ്രസ് പോയി, ശിവസേനയിൽ നിന്ന് പോയി, മറ്റ് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം ഈ ഭീഷണിക്ക് വഴിപ്പെട്ടിട്ട് ED-യെ ഉപയോഗപ്പെടുത്തിയിട്ട് BJP പാളയത്തിലേക്ക് ആളെ എത്തിച്ചിട്ടാണ് കുതിര കച്ചവടം നടത്തി BJP വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ചിട്ടുള്ളത്. ഇതെല്ലാം ചില മാധ്യമങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് BJP ഒരു കാര്യം നല്ലതുപോലെ ധരിച്ചു വെക്കണം. നിങ്ങൾക്ക് അധികകാലം ഈ ED ഉപയോഗപ്പെടുത്തി, ഈ അന്വേഷണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇന്ത്യയിലെ തൊഴിലാളി വർഗം, ഇന്ത്യയിൽ അധ്വാനിക്കുന്നവർ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ യുവജനങ്ങൾ, ഇന്ത്യയിലെ അധ്യാപക സ്ഥാനത്തിന്റെ ആളുകൾ, കലാകാരന്മാർ, എഴുത്തുകാർ, സിനിമക്കാർ, നാടകക്കാർ, എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും അതിശക്തമായ പ്രക്ഷോഭം, പ്രതിഷേധം നിങ്ങൾക്കെതിരെ വരുന്നുണ്ട്. അതുകൊണ്ട് ED-യെ വിട്ടിട്ട്, 4 ഉദ്യോഗസ്ഥരെ വിട്ടിട്ട് ഭയപ്പെടുത്തി രാജ്യത്തിന്റെ അധികാരം കുറെ കാലം കൈപ്പിടിയിൽ വെക്കാമെന്ന വ്യാമോഹവുമായിട്ടാണ് നിങ്ങളെ വരവെങ്കിൽ ഞങ്ങളുടെ വരവ് ഇതുപോലെയായിരിക്കില്ല. ഇതിലേക്കാൾ വലിയ ഗേറ്റുകൾ, ഇതിലേക്കാൾ വലിയ പ്രതിരോധങ്ങൾ, വെടിയുണ്ട വന്നപ്പോഴും കൂത്തുപറമ്പിന്റെ പോരാട്ട വീതിയിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയ അനുഭവവും ചരിത്രവും DYFIക്കുണ്ട്. അതുകൊണ്ട് ED-യെ വിട്ടിട്ട്, കുറച്ചാളുകളെ വിട്ടിട്ട് വേട്ടയാടി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കേണ്ടതില്ല. അതിശക്തമായ പ്രക്ഷോഭം, അതിശക്തമായ പ്രതിരോധം കേരളത്തിലും ഇന്ത്യയിലും DYFI ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, ED-യെ നിലക്ക് നിർത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണം. ED-യും മോഡിയും എല്ലാം കൂടി ചേർന്ന് ഇതെല്ലാം ഒന്നാണ് എന്ന പരുവത്തിലേക്ക് വരുത്തി തീർത്ത് നിങ്ങളുടെ ഒരു ശാഖയുടെ ഭാഗമാക്കിയിട്ട് ഇതിനെയെല്ലാം കൊണ്ടുപോയാൽ ഇന്ന് കാണുന്ന പ്രതിഷേധത്തിന് മുന്നിൽ, ഇന്ന് കാണുന്ന പ്രതിഷേധം പോലെയുള്ള പ്രതിഷേധം നടത്തിയിട്ട് ആളുകൾ പിരിഞ്ഞു പോവില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അന്വേഷണ സംവിധാനങ്ങളെ അതിന്റെ വഴിയിൽ വിട്ടുകൊള്ളണം. സുപ്രീം കോടതിക്ക് തന്നെ പലതവണ പറയേണ്ടി വന്നു. CBI കുറിച്ച് പറഞ്ഞു കൂട്ടിലടക്കപ്പെട്ട തത്തയാണെന്ന് പറഞ്ഞു. അന്വേഷണ ഏജൻസികൾ എന്നെല്ലാം പറഞ്ഞാൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കാവൽ നിൽക്കുന്ന, അതിനെ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങളാണ്. BJP-യുടെ ഭരണത്തിൽ എല്ലാത്തിനെയും ദുരുപയോഗം ചെയ്യുന്നു. അത് കണ്ടു നിൽക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറല്ല. അതിശക്തമായ പോരാട്ടത്തിന്, പ്രക്ഷോഭത്തിന്, പ്രതിരോധത്തിന് DYFI നേതൃത്വം കൊടുക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.